വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇൻട്രൊഡക്ഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ലേറ്റായി. ബിക്കോസ് ഇന്നലെ ഫുള്ളൊരു ഹെക്ടിക് ഡേ ആയിരുന്നു, രാവിലെ തൊട്ട് രാത്രി വരെ. അപ്പോൾ ഇന്നലെ ആക്ച്വലി ഫ്രൈഡേ ആയിരുന്നു, അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെ കുറേയധികം ഇതുണ്ടായിരുന്നു. അതേപോലെ തന്നെ കോളേജിൽ ഇന്നലെ കുറേയധികം ഇതുണ്ടായിരുന്നു, എക്സാം ഉണ്ടായി. അപ്പോൾ എല്ലാം കൊണ്ടും സത്യം പറഞ്ഞാൽ ഇന്നലെ ഭയങ്കര ഹെക്ടിക് ഡേ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്ന ഉടൻ തന്നെ അമ്പലത്തിൽ പോയി. ഇന്നലെ കാർത്തികയായിരുന്നു. നമുക്ക് ആക്ച്വലി കാർത്തിക ഇല്ല, എന്നാലും അമ്പലത്തിൽ പോയി കേട്ടോ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും തന്നെ ഒരു സമയമായി. പിന്നെ രാവിലെ എണീറ്ററായതുകൊണ്ട് ഇന്നലെ എത്രയോ 7 മണിക്കും കണ്ട് എണീറ്റാ രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഉറക്കം ക്ലിയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ വന്നു, രാത്രി വന്നു, ഫുഡ് കഴിച്ചു. അപ്പം തന്നെ കയറി കിടന്ന് ഫ്ലാറ്റായ ഞാൻ പിന്നെ രാവിലെ 10 ആയപ്പോഴാണ് കേസ് എണീക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതിയെ ഒരു കുട്ടി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വ്ളോഗൊക്കെ എടുത്ത് തുടങ്ങിയെങ്കിലും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തേണ്ടി വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്നിപ്പോൾ വീട്ടിൽ വന്നത് കംപ്ലീറ്റ് ഒരു റെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ എനിക്ക് ഒരു റിപ്പോർട്ട് വെക്കാനുണ്ട് മൺഡേയിലേക്ക്. അപ്പോൾ മൺഡേ ഞങ്ങൾക്കൊരു എക്സാമും കൂടി ഉണ്ട്. സോ ആ എക്സാമും കൂടി കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രാക്ടിക്കൽസും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ സെം 1 കഴിഞ്ഞു. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇവിടെ ഇത്രയും ഷോൾഡറിൽ അങ്ങ് ഭയങ്കര വേദന. എനിക്കൊന്ന് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഇരിപ്പും എക്സാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാവാം ഭയങ്കര ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചടപടയെന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ എണീറ്റ് ഞാൻ സാധാരണ ഒന്ന് ഫ്രഷപ്പായിട്ട് നല്ല രീതിയിൽ നിൽക്കണതാണ്. പക്ഷെ ഇന്ന് ഭയങ്കര ബോറിംഗ് എന്നല്ല, സത്യം പറഞ്ഞാൽ വയ്യ, പണിയെടുത്ത് ചത്തു. അതേപോലെ ഈ ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറേ നാളിന് ശേഷമാണ് ആക്ച്വലി ഇങ്ങനൊരു ഡ്രസ്സ് വെയർ ചെയ്യുന്നത്. പക്ഷെ ഡ്രസ്സെന്ന് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് എന്നെ കാണാൻ. പൊഴുതി പറയാലോ കേട്ടോ, കണ്ണാടിയിൽ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി അങ്ങനെ. അപ്പോൾ ഈ ക്രോപ്പ് ടോപ്പ് ആക്ച്വലി വന്നിട്ട് ഇതെനിക്ക് തോന്നുന്നു സെമന്തക്കി എന്നാണ് തോന്നുന്നു ഈ ക്രോപ്പ് ടോപ്പ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രോപ്പ് ടോപ്പ്. അടിയിലൊരു പാൻറ്റുണ്ട്. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽസോ അല്ല ഇങ്ങനെ പെയർ ചെയ്തിടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെയൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. ഇപ്പം സമയം 1:30 കഴിഞ്ഞു, 2 മണിയാവുന്നു. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അത് നല്ലപോലെ ഡിലേ വന്നു ഇത്രയും സമയം. സത്യം പറഞ്ഞാൽ ഉറക്കം വരുന്നുണ്ട് ശരിക്കും, പക്ഷെ അങ്ങോട്ട് ഉറങ്ങണമെന്നുമില്ല. അങ്ങനെ ഇവിടെ മഴയാണ് നല്ല രീതിയിൽ. നമ്മുടെ അവിടെ എറണാകുളത്ത് അത്രയും മഴയില്ല, പക്ഷെ ഇവിടെ ഭയങ്കര മഴയാണ്. എന്താണാവോ അങ്ങനെ. ഇപ്പം ഡിസംബർ ആണെങ്കിൽ പോലും കാലാവസ്ഥ ആക്ച്വലി ഡിസംബറിൻ്റെ അല്ല കേട്ടോ. ഞാൻ ആക്ച്വലി പറഞ്ഞ കോസ്റ്റ്യൂം ഇതാണ് കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ ക്രോപ്പ് ടോപ്പ് ഇതല്ല, സോറി, ഇത് ആക്ച്വലി ഇതിൻ്റെ പാൻറ്റൊന്നും അല്ല. ക്രോപ്പ് ടോപ്പ് വേറെയും പാൻറ്റ് വേറെയാണ് കേട്ടോ. പാൻറ്റ് വന്നിട്ടൊരു പലാസോ പാൻറ്റാണ് കേട്ടോ. ഇത് ആക്ച്വലി ഫ്രം റോസ് പെറ്റൽസ് ആണെന്ന് തോന്നുന്നു. പക്ഷേ ക്രോപ്പ് ടോപ്പ് ഇത് വന്നിട്ട് സെമന്തക്കിലാണ് കേട്ടോ. സെമന്തക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അവരുടെയാണ്. അങ്ങനെ ഇവിടെ ആക്ച്വലി ഇപ്പം മഴയില്ല കേട്ടോ, ഇപ്പോൾ ഒന്നും തോർന്ന് നിൽക്കുകയാണ്. പക്ഷെ രാവിലെ തുടങ്ങിയ മഴ ഇന്നലെയാണ് ഭയങ്കരമായിട്ട് വലഞ്ഞു പോയി. നമ്മൾ ട്രെയിനിൽ ഇന്നലെ പതിവില്ലാത്തത്ര ലാഗ് ഉണ്ടായിരുന്നു ഇന്നലെ. സാധാരണ അങ്ങനെ ലാഗ് വരുന്നതല്ല, പക്ഷെ ഇന്നലെ ഭയങ്കര ലാഗായിരുന്നു ട്രെയിൻ. അതിന് എൻ്റെ ഇതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. കാര്യം ഞാൻ പെട്ടെന്ന് എനിക്ക് നാട്ടിൽ ഇന്നലെ വരണമെന്നുണ്ടായി, കാരണം എൻ്റെ ബ്രദർ വന്നിട്ടുണ്ടായി. അപ്പോൾ അവനുള്ളപ്പോൾ രസമാണല്ലോ, ഒരാളും കൂടി വീട്ടിലുള്ളപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു വൈബാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെയെങ്കിലും വരണമെന്നുണ്ടായി. അപ്പോൾ അത് മാത്രമല്ല, ഇന്നലെ ഇവിടെ കാർത്തികയാണ്, ഞാൻ പറഞ്ഞല്ലോ കാർത്തികയാണ്. സോ അമ്പലത്തിലൊന്ന് വരണം എന്നൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു ഇന്നലെ. സത്യം പറഞ്ഞാൽ വരാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചതല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ രാവിലെ തൊട്ട് തിരക്കും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാനൊട്ടും വിചാരിച്ചില്ല എനിക്ക് വരാൻ പറ്റുമെന്ന്, പക്ഷെ ഞാൻ വന്നു. അതാണ് ഇന്നലെ വന്ന് തൊഴുതു, ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ചെറിയ വീഡിയോസ് എടുത്തിട്ടുണ്ട്, വളരെ ഒരുപാടൊന്നുമില്ല, ഒരു 5 സെക്കൻഡ് 3 സെക്കൻഡൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ സൈറ്റിലും അല്ല എവിടെയെങ്കിലും കൊടുക്കും. അങ്ങനെ അപ്പം അങ്ങനെയൊക്കെയാണ്
ഇന്നലത്തെ ആക്ച്വലി വരവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു. ഇന്നലെ ആക്ച്വലി ട്രെയിൻ ഒരുപാട് ഡിലേ വന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിയാൽ മതി എന്നായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ആലപ്പുഴ കഴിഞ്ഞപ്പോഴത്തേക്കിന് നല്ല മഴ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണ് പോലും കാണാൻ പറ്റത്തില്ല. അതുപോലെ കുളിച്ചാണ് മഴയത്തൂന്ന് ഞാൻ ഏട്ടൻ്റെ കൂടെ ബൈക്കിൽ കയറി ഇവിടെ വന്നത്. അപ്പോൾ അവൻ്റെ കൂടെ ബൈക്കിൽ കയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും ഡ്രസ്സ് ഫുള്ള്, ബാഗ് ഫുള്ള്, എല്ലാം ഫുള്ള് നനഞ്ഞു. എന്തോ എൻ്റെ ഭാഗ്യത്തിന് റെക്കോർഡ് നനഞ്ഞിട്ടുണ്ടായിരുന്നില്ല. റെക്കോർഡും കൊണ്ട് അവൻ്റെ കാര്യം മണ്ടേ എനിക്ക് റെക്കോർഡ് സബ്മിഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അപ്പം നാളെ ഇനി രാവിലെ വീണ്ടും പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരിതാണ്. പക്ഷെ നാളെ ഞാൻ മാത്രമല്ല, ഏട്ടനും പോവാണ്. കാര്യം അവന് നാളെ ഒരു എക്സാം ഉണ്ട്. അപ്പോൾ നാളല്ല, മറ്റന്നാളൊരു എക്സാം ഉണ്ട്. അപ്പോൾ അവനും പോവാണ്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അത് കഴിയുമ്പോൾ അവനിങ്ങി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും വരും. ഞാൻ പിന്നെ എനിക്ക് പിന്നെ ഇനി ഈ ആഴ്ച ഉണ്ടോയെന്ന് അറിയില്ല ക്ലാസ്. ഈ ആഴ്ചയും കൂടെ ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് ഞാനും വരും. അങ്ങനെ ഈ ഒരു വീക്കെൻഡ് അങ്ങനെ അങ്ങ് പോകും. പിന്നെ ഇപ്പം നമുക്ക് ക്രിസ്മസ് വെക്കേഷനായി, പിന്നെ ന്യൂ ഇയർ ആയി, അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് സത്യം പറഞ്ഞ ദ ഇയർ എൻഡ്. പക്ഷേ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 2024? പ്ലീസ് ഡു കമൻറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? എനിക്ക് ഭയങ്കര ശോകമായിരുന്നു. എനിക്ക് ഭയങ്കര ശോകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു. പല കാര്യങ്ങളും എനിക്ക് നഷ്ടപ്പെട്ടൊരു വർഷവും പല കാര്യങ്ങളും റിയലൈസ് ചെയ്ത വർഷവും ഒക്കെയാണ്. റിയലൈസിങ്ങിനേക്കാൾ കൂടുതൽ പല കാര്യങ്ങളും എൻ്റെ കയ്യിൽ നിന്ന് പോയതിൻ്റെ സങ്കടം ഒരുപാട് എനിക്കുണ്ട്. ഓഫ്കോഴ്സ് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത തരത്തിലുള്ള ഒരു വല്ലാത്തൊരു വർഷമായിരുന്നു ഇത്. ബാക്കിയുള്ള ഇത്രയും ഇയേഴ്സ് ഞാൻ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ദിസ് ഇയർ ഐ കാൻ സർവൈവ് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറ്റാത്തൊരു വർഷമായിരുന്നു 2024. ബട്ട് ഗോഡ്സ് ഗ്രേസ് എവിടേക്കോ എങ്ങനെയൊക്കെയോ സർവൈവ് ആയിരുന്നു എന്ന് പറയാം. പക്ഷെ പൂർണ്ണമായിട്ടും ആയിട്ടില്ല കേട്ടോ. ഇനി മിസ്സാവും എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇയറായിരുന്നു ഈ ഒരു ഇയർ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും സത്യം പറഞ്ഞാൽ മടിയാണ്. അതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ തന്നെ ഒരു മടിയാണ്. എല്ലാത്തിനോടും ഒരു മടിയാണ്. വീഡിയോസ് ഷൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പോലും അതിടാനുള്ള ഒരു ഇത് കാണില്ല. ഞാനൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസ് സത്യം പറയാമല്ലോ, ഞാൻ ഈ ഐഫോൺ എടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കുറേയധികം വീഡിയോസ് എടുക്കണം, കുറേയധികം ഫോട്ടോസ് എടുക്കണം, പോസ്റ്റ് ചെയ്യണം, എല്ലാ ദിവസവും വ്ളോഗ്സ് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഓരോരോ പ്ലാനിങ്സ് ആയിരുന്നു ആക്ച്വലി ഈ ഒരു ഫോൺ എടുക്കുന്ന സമയത്തൊക്കെ. ഞാൻ 2013 സ്റ്റാർട്ട് ചെയ്ത എൻ്റെ യൂട്യൂബ് ജേണിയാണ്. ആ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഐഫോൺ എടുക്കണം എന്നുള്ളത്. അത് ഒരിക്കലും ഐഫോണിൻ്റെ ഒരു ക്യാഷ് അതൊന്നും നോക്കിയിട്ടല്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു കണ്ടൻറ് ക്രിയേഷൻ എനിക്ക് അന്ന് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം 2013 പറയുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ അന്നൊന്നും ഇത്രയും യൂട്യൂബൊന്നും എക്സ്പോഷർ കിട്ടിയിട്ടില്ല ആ സമയത്തൊന്നും ഇത്രയും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം തൊട്ടാലേ കണ്ടൻറ് ക്രിയേറ്റേഴ്സിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാതായി വരുന്നുണ്ട്. പക്ഷെ എന്നാലും സംടൈംസ് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് സങ്കടവും തോന്നാറുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ പരിമിതികളിൽ നിന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ പോയി ഫുഡൊക്കെ കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇനിയും പ്രാക്ടിക്കലിനെ കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ട്, അത് നോക്കണം. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ വീട്ടിൽ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് വീക്കെൻഡ്സ് ഭയങ്കര വരാൻ ഇഷ്ടമാണ്. പക്ഷെ അതുപോലെ എനിക്ക് ദേഷ്യമാണ് ഒരു ദിവസത്തേക്കാണ് ഞാൻ ഈ വരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ. ഒരു ദിവസത്തെ സത്യം പറഞ്ഞാൽ ഈ വീക്കെൻഡ്സ് ഞാൻ വീട്ടിൽ വരുന്നത് ഈ തുണി നനപ്പ് അങ്ങനത്തെ ലോണ്ട്രി കുറച്ചുള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് വലുതായിട്ട് അങ്ങനെ. പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ മാത്രമേ ഉള്ളൂ ആക്ച്വലി നാട്ടിൽ. അച്ഛനും അമ്മയും അമ്മമ്മയൊക്കെ ഇവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ മാത്രമേ ഉള്ളൂ നാട്ടിൽ ആക്ച്വലി, കേരളത്തിൽ. ബാക്കി എൻ്റെ 2 സിബ്ലിങ്സ് നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനെങ്കിലും അറ്റ്ലീസ്റ്റ് വന്നു പോയി നിൽക്കുമ്പോൾ ദേ വിൽ ബി ഹാപ്പി. അപ്പോൾ അതും കൂടി ഓർത്തിട്ടാണ് ഞാൻ എല്ലാ വീക്കെൻഡും നാട്ടിൽ വരുന്നത്. ചില വീക്കെൻഡ്സ് ഭയങ്കര സ്പെഷ്യലാണ്, ചില വീക്കെൻഡ്സ് അതുപോലെ മോശവുമാണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ വരാറുണ്ട് അങ്ങനെ. അപ്പോൾ പക്ഷേ ഈ വീക്കെൻഡ് അടിപൊളിയായിരുന്നു കേട്ടോ. കാര്യം ഞാൻ ഈ വീക്കെൻഡ് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ നടന്നു. അതെ, ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഒരു വീക്കെൻഡ്. ഇപ്പം നാളെ രാവിലെ എണീറ്റ് പോകണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ രാവിലെ ഇന്നത്തെ കാര്യം ഇവിടുന്ന് ട്രെയിൻ എല്ലാ ടൈമിലും ഇല്ല നമുക്ക് എറണാകുളത്തേക്ക് സൗത്തിലേക്ക്. അപ്പോൾ ഉള്ള ട്രെയിന് ചിലപ്പോൾ നൈറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എറണാകുളം എന്ന് പറയുന്നൊരു നാട്ടിലേക്ക് രാത്രി ചെന്നിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സേഫ് ആക്ച്വലി. അപ്പോൾ ഞാൻ എപ്പോഴും മോർണിംഗ് പോകുന്ന ഒരാളാണ്.
ട്രെയിൻ. ഓക്കെ, ഈവനിങ് അങ്ങനെ പോവാറില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോവാറുണ്ട്. പക്ഷെ നമ്മളധികം നമുക്ക് കിട്ടുന്ന ടൈം ആക്ച്വലി ഇവിടെ നിന്നൊക്കെ 4 കഴിഞ്ഞിട്ടൊക്കെയാണ്. 4ഉം അല്ല, ആക്ച്വലി മിക്കവാറും കിട്ടുന്നത് 6:30 ഇവിടുന്ന് വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, അങ്ങനെ എന്തോ വണ്ടി ഉണ്ട്. പിന്നെ ഇവിടുന്ന് എക്സ്പ്രസ് ഉണ്ട്, പക്ഷെ അത് ഭയങ്കര ഡിലേ, രാത്രിയിലെത്തുള്ളൂ. അങ്ങനെ അപ്പം ട്രെയിനിൻ്റെ സമയം ആക്ച്വലി ഭയങ്കര ഒരു ഇതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പണ്ടുണ്ടായിരുന്നു ഒരെണ്ണം കേട്ടോ. അത് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായിരുന്നു, എറണാകുളത്തു നിന്ന് ഇങ്ങോട്ടുണ്ടായിരുന്നു ഒരു നേത്രാവതി ഉണ്ടായിരുന്നു 2:20. ഇപ്പം ട്രെയിനിൻ്റെ ഫുൾ ഒരു ടൈംസ് ചേഞ്ച് ചെയ്തപ്പോഴത്തേക്കിനും 12:35 ഒക്കെ ആയി ഇപ്പം നേത്രാവതി. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണെങ്കിലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പഴയതിനേക്കാൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊന്നും നമ്മൾ ആദ്യമൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു ഫ്ലോ ആയിരുന്നു, എല്ലാത്തിനും കൃത്യമായിട്ടൊരു ടൈമിങ് അറിയാമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാം നമ്മൾ ഓരോ ദിവസമാണ് എറണാകുളത്ത് ഇപ്പോൾ ടൈം ചേഞ്ചിങ് വരുന്നത്. കാര്യം ചില ദിവസം നേത്രാവതി നോക്കുമ്പോൾ 12:35 കാണാം, ചില ദിവസം 2:20 കാണും. അങ്ങനെ മൊത്തത്തിലൊരു ചേഞ്ച്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാവലിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വീക്കെൻഡ് ട്രാവലിംഗ് ആണെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക, ടൈമിങ് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ചിലപ്പോൾ ഞാൻ 11:30 അവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എത്തുന്നത് ചിലപ്പോൾ 1:30-2 മണിക്കൊക്കെ ആയിരിക്കും. പക്ഷെ 2 മണിക്കൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ, ഞാൻ ആക്ച്വലി സൗത്തിന് നിയറാണ്, എന്നാൽ പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് അങ്ങോട്ട് പോകാനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അപ്പം അതൊക്കെയാണ് എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി എറണാകുളത്ത് നമുക്കൊരു വൈകിട്ടൊന്നും പോയിട്ട് അങ്ങനെ സേഫായിട്ടൊന്നും നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ആ ഒരു ഏരിയയിലൊന്നും നിൽക്കാൻ പറ്റില്ല കേട്ടോ. എസ്പെഷ്യലി സൗത്ത് ഒട്ടും നിൽക്കാൻ പറ്റില്ല, നിറയെ ആളുണ്ടാവും. ഈ നേത്രാവതിയിൽ വീക്കെൻഡ് എപ്പം നോക്കിക്കഴിഞ്ഞാലും ആളായിരിക്കും ഇനിയിപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഒട്ടും ടിക്കറ്റേ കിട്ടില്ല, ബിക്കോസ് അതുപോലെ ആളായിരിക്കും. അങ്ങനെ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരാൻ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട്. പറ്റുകയാണെങ്കിൽ അവർ വിളിച്ചുകൊണ്ട് വരട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുറച്ച് നേരം കൂടി കിടന്നിട്ട് പോയി താഴെ ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം, റെക്കോർഡ് നോക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. കുളിച്ച് ഒന്ന് ഫ്രഷായി ഗൈസ്. പക്ഷേ ഇത് കണ്ടോ നിങ്ങൾ, എൻ്റെ ഈ ഇവിടെ എല്ലാം നല്ല രീതിയിൽ പൊരിച്ചിലുണ്ട് കയ്യിൽ മൊത്തം. ഞാൻ ആദ്യം വിചാരിച്ചേ ഞങ്ങൾക്കാണെങ്കിൽ ഞാൻ പ്രാക്ടിക്കലായിരുന്നേ. അപ്പോൾ എൻ്റെ കൈയൊന്നും മുറിഞ്ഞിട്ടുണ്ട്, ഇവിടെ കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും, ഞാൻ മേടിച്ചിട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം. ടടാ ടടാ ടടാ, എൻ്റെ കോളേജിലെ റിപ്പോർട്ടാണ്, അങ്ങനെ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, ആ പോക്കൊരായ കെട്ടാനുള്ള പോക്കാണ്. ഹേലു ബേസ് ഇപ്പോൾ കഴിച്ചത് കൊണ്ട് നമ്മൾ വിചാരിക്കണം ഞാനപ്പോൾ സൈഡിൽ ഫോട്ടോ എടുക്കാൻ എന്തൊക്കെ കഴിച്ചതെന്നാണ്. കാര്യം ഞാനിപ്പോൾ എൻ്റെ പ്ലേറ്റ് ചവറ് പോലെ ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഒന്നും ഇല്ല പ്രത്യേകിച്ച് കാണിക്കാനാണ്. ഞാൻ അധികം കഴിച്ചിട്ടില്ല ഫുഡ്, പക്ഷെ ഇങ്ങനെ ഇല്ല. ഇത് സം ഫ്രൂട്ട്സ്. ആക്ച്വലി ഞാനിത് അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ കഴിക്കാൻ വേണ്ടി തന്ന അമ്മ. എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ ഹീമോഗ്ലോബിൻ കൂടുതലാണ് എപ്പോഴും. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇത് കഴിക്കുന്ന അത്ര രസമായിട്ട് തോന്നാറില്ല, ഹീമോഗ്ലോബിൻ ഓൾറെഡി ഉണ്ടല്ലോ, അതുകൊണ്ട്. പക്ഷെ ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം, ഒരു മിനിറ്റ്. കൈ കഴിയിട്ടാണ് ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങൾ, ഇത് കോൾഡ് കോഫി കണ്ടോ, പക്ഷേ സ്ട്രോങ്.
കോൾഡ് കോഫിയുടെ ഈ സ്ട്രോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ കുറേ സ്ട്രോ ഉണ്ട്. ഇതൊരു സെറ്റായിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ മേടിച്ചത് ലുലുവിൽ നിന്നാണ്. ലുലു. മാനിഫെസ്റ്റിംഗ് ഗൈസ്, ഇത് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാവോ നിങ്ങൾക്ക്? ഇവിടെ എല്ലാം ഇങ്ങനെ രോമം ഇങ്ങനെ ഇളകി 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 ഒരു പരിപാടി ഇരിക്കുകയുണ്ടോ? കാണാൻ നിങ്ങൾക്ക്? ഈ കയ്യിലും ഉണ്ടായി, പക്ഷെ ഞാൻ ഈ കയ്യിലെല്ലാം ഇപ്പം വെള്ളം നനച്ചോണ്ട് കണ്ടില്ലേ ഗൈസ്? മാതള നാരങ്ങ എനിക്കിവിടെ തന്നു വിട്ടു മമ്മീശി. നിങ്ങളെ ഞാനൊരു വ്ളോഗിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ക്രാഫ്റ്റ് ഏരിയ കണ്ടിട്ടുണ്ടാവും എന്നാലും. ഇതാണ് കേട്ടോ. പണ്ട് ചെയ്തതാ, ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ ചെയ്യണം. കുട്ടി കുട്ടി മിനിയേച്ചർ ക്രാഫ്റ്റ്സ്. കുറച്ച് മാതളം എടുക്കട്ടെ, കുറച്ച് മാതളം. സോ ഗൈസ്, നിങ്ങൾ നേരത്തെ പത്രത്തിൽ കണ്ടു കാണും. അത് തന്നെയാണിത്. താഴെ തിന്നാൻ വരില്ല, മോളെടുത്തിട്ട് വന്നു. അപ്പോൾ ബൈ ദ വൈ, നമ്മുടെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ആക്ച്വലി പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കാണിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളേജിൽ ചേർന്നതിന് ശേഷം അവിടോട്ടുള്ള പോക്കും വരവും കാരണം ഇവിടുന്ന് അങ്ങോട്ടും പുറത്തിറങ്ങാത്ത അവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പം കൂടാതെ ഇപ്പോൾ ജൂൺ മാസക്കണക്കിനുള്ള മഴയാണ് ഇപ്പോൾ ഡിസംബർ മാസത്തിൽ പെയ്യണം തന്നെ. അപ്പം അതിൻ്റെ ഒരു ഇതുമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ ഇന്ന് ഇവിടെ ഈ വ്ളോഗ് നിർത്തുകയാണ്. ഞാൻ നിങ്ങളെ നേരത്തെ എൻ്റെ റിപ്പോർട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാ സബ്മിഷനാണ് തിങ്കളാഴ്ച. എനിക്ക് പരീക്ഷയും കൂടി ഉണ്ട്. അന്ന് എൻ്റെ സെക്കൻഡ് സെമിസ്റ്റർ തുടങ്ങുകയാണ് ഗൂസ്. സങ്കടമുണ്ട്. ആക്ച്വലി നിങ്ങൾ കാണുന്ന പോലെ ഒരു കോളേജല്ല കേട്ടോ മഹാരാജാസ്. പഠിക്കാൻ അടിപൊളി കോളേജാണ്. അറ്റ് ദ സെയിം ടൈം പഠിക്കേണ്ട കാര്യത്തിന് നല്ല ഇതുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണം ചെയ്യാം. ഇപ്പോഴല്ല, വെക്കേഷൻ ടൈമിൽ എനിക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വലിയ കാര്യമായ രീതിയിൽ കാണിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴമൊന്നു. പക്ഷേ ഞാൻ എന്തൊക്കെയോ എടുത്തു വെച്ചിട്ടുണ്ട്. കൂടുതലും എനിക്കൊന്ന് വർത്തമാനം പറയുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ആയിരിക്കും. ക്ഷമിക്കുക, അത്രയൊക്കെ ഉള്ളൂ എനിക്ക് കാണിക്കാനായിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.